വിനായകൻ കളങ്കാവലിൽ മിസ്ഫിറ്റ് ആണോ? നിങ്ങൾക്ക് സിനിമ കണ്ട ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? കളങ്കാവൽ ഇറങ്ങിയത് മുതൽ ഓൺലൈനും ഓഫ്ലൈനുമായ ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള അടക്കം പറച്ചിലുകളും തുറന്ന ചർച്ചകളും ഒക്കെ കണ്ടിരുന്നേ. കൂട്ടിവെച്ചാൽ അവ ഏതാണ്ട് ഇങ്ങനൊരു ചോദ്യത്തിലൊടുക്കാൻ, ചായ് മറ്റാരും കിട്ടിയില്ലേ മമ്മൂക്കയ്ക്ക് നായകനാക്കാൻ. നമ്മൾ വിചാരിച്ചത്ര ബ്രില്യന്റ് അല്ലെന്നാണ് തോന്നുന്നത്. ആദ്യം നമുക്ക് കളങ്കാവലിലെ കഥാപാത്രം എന്താണെന്ന് നോക്കാം, എന്നിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസർ, വിളിപ്പേര് നത്ത്, നല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. പല കേസുകളും തെളിയിച്ച് പേരെടുത്തിട്ടുണ്ട്. മറ്റാരും കാണാത്തത് കാണുന്ന, മറ്റാരും ആലോചിക്കാത്ത വഴിക്ക് പോകുന്ന ഓഫീസറാണ്. പക്ഷെ ടിപ്പിക്കൽ പോലീസ് ഹീറോ ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. ആഭ്യന്തരമന്ത്രി മുതൽ കോൺസ്റ്റബിൾ വരെ നീളുന്ന പോലീസ് ഹൈറാർക്കിയിൽ സ്വന്തം സാധ്യതകൾക്കും പരിമിതികൾക്കും ഇടയിൽ പണിയെടുക്കുന്ന ഒരു ഇടത്തരം ഉദ്യോഗസ്ഥൻ. നിയമങ്ങളും ചട്ടങ്ങളും നോക്കണം, മേലുദ്യോഗസ്ഥരെ അനുസരിക്കണം, മീഡിയയ്ക്ക് എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കരുതെന്നും അറിഞ്ഞ് പ്രവർത്തിക്കണം. ഈ സാഹചര്യങ്ങളിൽ ഒരു സാധാ പോലീസ് ഓഫീസർ എങ്ങനെയോ അതാണ് ജയകൃഷ്ണൻ. അയാളുടെ മുന്നിലുള്ളത് വിചിത്രമായൊരു മിസ്സിംഗ് കേസാണ്. അതിൽ തൊട്ടപ്പോൾ ചെന്നുപെട്ടത് അതിലും വിചിത്രമായ മിസ്സിങ്ങുകളിൽ, മരണങ്ങളിൽ, അരുംകൊലകളിൽ. തീർച്ചയായും അയാൾക്ക് മുന്നിൽ ഒരു കുറ്റവാളിയുണ്ട്. പക്ഷെ ഒരു സൂചന പോലും അയാളുടെ മുന്നിലില്ല. സാഹചര്യ തെളിവുകൾക്കപ്പുറം മറ്റൊന്നും മുന്നിലില്ല. അക്ഷരാർത്ഥത്തിൽ അവസാന ഘട്ടം വരെ ഇരുട്ടിൽ തപ്പുന്ന കഥാപാത്രം. പക്ഷെ ആദ്യ ബുദ്ധിമാനാണ്, ഷാർപ്പ്, പെട്ടെന്ന് ആക്ട് ചെയ്യും, ഷാർപ്പായ തീരുമാനമെടുക്കും, കത്തിമുന പോലെ മൂർച്ചയോടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യും. അങ്ങനെ കൊലയാളിയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇനി വിനായകൻ എന്ന നടൻ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന് നോക്കിയാലോ. സാധാരണക്കാരനായ ഒരു പോലീസ് ഓഫീസറുടെ ശരീരഭാഷ തന്നെയാണ് അയാൾക്ക്. നത്തിന്റെ മുന്നിലുള്ള പോലീസ് അന്വേഷണത്തിന്റെ ഔപചാരികകൾ അത്രയും വിനായകന്റെ ഓട്ടങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ അയാളോട് ചോദിക്കുന്നത്, ഇതിനൊരു അവസാനമില്ലല്ലോ സാറേ, ഇനി നമ്മളതായിട്ടത് പൊക്കിയാലേ അവസാനിക്കൂ. സാറേ, ഇവൻ നമ്മൾ വിചാരിച്ച പോലുള്ള ആളല്ലെന്നാ തോന്നുന്നേ. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ജയകൃഷ്ണ. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. നമ്മളായിട്ട് തന്നെ പൊക്കിയാലേ ഇത് അവസാനിക്കാനത്. പക്ഷെ ചില്ലറക്കാരനല്ല അയാൾ. ആ ചടുല നീക്കങ്ങൾ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏറെ കാലത്തെ അനുഭവ സമ്പത്ത് അയാളുടെ നോട്ടങ്ങളിലുണ്ട്. തളരാത്ത ഊർജവും എന്തിനേയും മറികടക്കുന്ന സ്ഥിരോത്സാഹവും വിനായകന്റെ സംസാരങ്ങളിലുണ്ട്. പക്ഷെ മിതഭാഷിയായ, ഉള്ളിലേക്ക് കാര്യങ്ങൾ കൊണ്ടു സൂക്ഷിക്കുന്ന ഒരാളാണ് വിനായകൻ പെരുമാറ്റങ്ങളിലെല്ലാം. ഹീറോ ആവാനല്ല, കേസ് തെളിയിക്കാനാണ് അയാളുടെ ഓട്ടങ്ങൾ അത്രയും. മമ്മൂട്ടിയുടെ സ്റ്റാൻലിയുമായുള്ള അവസാന കൂടിക്കാഴ്ചയിലൊഴികെ കാഴ്ചക്കാർക്ക് ഒരു പിടിയും കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ പതുങ്ങിയ നിൽപ്പ് വിനായകനിൽ ഭദ്രമാണെന്ന് കാഴ്ചക്കാരനും ബോധ്യമാവും. വിനായകന്റെ അഭിനയത്തിലെ ഒട്ടും പ്രകടനപരമല്ലാത്ത സ്വാഭാവികതയാണ് നത്ത് എന്ന കഥാപാത്രത്തിന് ഒരു അധികമാനം നൽകുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ചില വിമർശനങ്ങൾ കൂടി എടുത്തു നോക്കാം. ഒന്ന്, വിനായകനോ ഒട്ടും പോരാ, വിനായകൻ ഈ ക്യാരക്ടറിന് ചേർന്നതല്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് വന്നുപെടുന്നുണ്ട്. ക്രിമിനലിനെ പിന്തുടർന്ന് അനേകം എലിയും പൂച്ചയും കളികൾക്ക് ശേഷം പിടികൂടുന്ന കിഡിലൻ പോലീസ് ഓഫീസർ. നമുക്ക് നല്ല പരിചയമുള്ളതാണ് ഇത്തരം പോലീസ് ഓഫീസ് വേഷങ്ങൾ. മമ്മൂക്കയോ ലാലേട്ടനോ സുരേഷ് ഗോപിയോ ഒക്കെ ചെയ്ത വേഷങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ സുഹൃത്തുക്കളെ, ഇത് കളം കാവൽ. ഇതിലുള്ളത് അങ്ങനെയുള്ള പോലീസുകാരനല്ല. ഇത് കരിങ്കല്ല് പോലെ ഒരുത്തൻ, വെയില് കൊണ്ട് കരുവാളിച്ച മുഖവുമായി നടക്കുന്ന ഒരുത്തൻ, മുന്നിലെത്തുന്ന 100,000 പ്രശ്നങ്ങളെ ചടുലതയും ഊർജ്ജപ്രവാഹവും കൊണ്ട് മറികടക്കുന്ന ഒരു പോലീസുകാരൻ. ഹീറോയിസം പോലീസ് അക്കാഡമിയിൽ നിന്ന് പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ ഒരുവൻ. അങ്ങനെ ഒരാൾക്ക് സ്റ്റാൻലിയെ കൂളായി പൊക്കാനാകൂ. ആ ഒരാളാവാനാണ് വിനായകന് കഴിഞ്ഞോ? അതാണ് ചോദ്യം. കഴിഞ്ഞോ? നിങ്ങൾ പറ. കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ഇടണേ. 2, വിനായകൻ എന്തൊരു മസിൽ പിടുത്തം, എന്നിട്ടും ഏശിയില്ല എന്നൊരു ഏഷണി കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞതുപോലെ വിനായകന്റെ കഥാപാത്രം നത്താണ്. നത്ത്. ആർക്കും പിടികൊടുക്കാത്തൊരു ഓഫീസർ, വെയിലേറ്റ് ഇരുണ്ടൊരാൾ, ഒരു മയവുമില്ലാത്ത ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരാളെ അവതരിപ്പിക്കുമ്പോൾ ആ കടുപ്പ് അതിൽ വേണ്ടേ? ഒന്നിലും കുലുങ്ങാത്ത ചടുലത ആ മനുഷ്യന്റെ ശരീരഭാഷയിൽ ഉൾച്ചേർന്ന് നിൽക്കണ്ടേ? വലിയ ഭൂകമ്പങ്ങളിലേക്ക് നിർഭയനായി ചെന്നു കയറാൻ ഒരു മടിയും ഇല്ലാത്തൊരാളുടെ കൂസലില്ലായ്മ ഫീൽ ചെയ്യണ്ടേ? വേണമെന്ന് തന്നെയാണ് ഉത്തരം. വിനായകന്റെ നടപ്പിലും ഇരിപ്പിലും നോക്കിലും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ഉണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? പറ. ഉണ്ടെങ്കിൽ ചെങ്ങായിമാരെ, അത് തന്നെയല്ലേ ഇത്, അതല്ലേ നത്ത്. ഉണ്ട് എന്നാണ് എന്റെ കാഴ്ചാനുഭവം. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ജയകൃഷ്ണൻ. മൂന്നാമത്തെ പരാതി, ക്ലൈമാക്സ് ആവുമ്പോ എങ്ങനെയും വിനായകൻ മമ്മൂക്കയെ ഒന്ന് തോൽപ്പിച്ചാൽ മതിയെന്ന് തോന്നി. പക്ഷെ അവനെങ്ങനെ പറ്റാനാ? മമ്മൂക്കയെ വിനായകൻ തല്ലി തോൽപ്പിക്കുക, അതൊക്കെ എങ്ങനെ നടക്കും?
എന്നല്ലേ ഈ പറച്ചിലുമുണ്ട് ചില സ്റ്റീരിയോ ടൈപ്പ് ആദികൾ. മമ്മൂക്ക എന്ന നിറ യൗവനം നിത്യഹരിത നായകൻ. കാലങ്ങളായി അദ്ദേഹത്തെ കണ്ട് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു പോയതാണ് ഈ തോന്നൽ. ആരിടിച്ചാലും മമ്മൂക്ക തന്നെ ജയിക്കുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. മമ്മൂക്ക ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്ര കാലവും നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമായിരുന്നു മമ്മൂക്ക നടന്നത്. മമ്മൂക്കയുടെ നായകന്മാരെല്ലാം കിടുവായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ കാണുന്ന മമ്മൂക്ക അതല്ല. സ്വന്തം സ്റ്റീരിയോ ടൈപ്പുകളോടാണ് മമ്മൂക്ക ഈ സിനിമയിൽ മത്സരിച്ചത്. ആ സ്റ്റീരിയോ ടൈപ്പുകളെയാണ് മമ്മൂക്ക ബ്രേക്ക് ചെയ്യുന്നത്. സ്ക്രീനിലെ താര ഇമേജുകളേക്കാൾ അഭിനയ സാധ്യതയാണ് ആ മഹാനടൻ ഒറ്റുനോക്കുന്നത്. അതുകൊണ്ട് കളങ്കാവലിലെ മമ്മൂക്ക വില്ലനും വിനായകൻ നായകനുമായതും അങ്ങനെയാണ്. കളങ്കാവലിലുള്ളത് മമ്മൂക്കയല്ല, സ്റ്റാൻലി എന്ന നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു സൈക്കോപാത്താണ്. പെണ്ണുങ്ങളെ ഒരു മയവുമില്ലാതെ കൊന്നുകളയുന്ന സീരിയൽ കില്ലറാണ്. അങ്ങനെ ഒരുത്തിനെ കൈകാര്യം ചെയ്യേണ്ട പോലീസുകാരൻ വിനായകൻ. ആ പണി വിനായകൻ നന്നായി ചെയ്യുന്നുണ്ടോ പറ. അയാളുടെ എടുപ്പിലും നടപ്പിലും ഉടൽ ഭാഷയിൽ ആ കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? പറ. സ്റ്റാൻലിയെ തീർക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന നേരത്ത് അയാൾക്കത് സഫലീകരിക്കാനാവുന്നുണ്ടോ? പറ. ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നിയേ? സാറേ നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ മമ്മൂക്കയെ വിനായകൻ എങ്ങനെ തോൽപ്പിക്കാനാകുമെന്ന ചോദ്യം, അതിന്റെ ഉത്തരം ഞാനിപ്പോ പറഞ്ഞതാണ്. ഒപ്പം പറയാനുള്ള മറ്റൊരു കാര്യമാണ് വിനായകൻ എന്ന നടന്റെ ഇമേജ്. അയാൾക്കും ആവാമല്ലോ അങ്ങനൊന്ന്. 3 പതിറ്റാണ്ട് അഭിനയിച്ച് തയമ്പ് വന്ന നടനായിട്ടല്ല, രജനീകാന്തിനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ജയിലറിലെ വില്ലനായല്ല, സ്വന്തം അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കോപ്രായം കളിക്കുന്ന ഒരാളായാണ് നിങ്ങൾ വിനായകനെ ഓർക്കുന്നതെങ്കിൽ ആ തോന്നലാണ് അതിന് പിന്നിൽ. അതല്ല ഈ സിനിമയിലെ വിനായകൻ. വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങൾ വെച്ച് വിലയിരുത്തുന്നതിൻ്റെയോ വിനായകൻ സ്ക്രീനിൽ ഉണ്ടാക്കിയ ഇമേജിനെ തെറ്റായി മനസ്സിലാക്കിയതിൻ്റെയോ ഒക്കെ ആകാം ആ ധാരണ. അതേ ആംഗിൾ മമ്മൂക്കയ്ക്കും ബാധകമാണ്. ഇത്രയും നല്ലവനായ മമ്മൂക്കയാണ് പെണ്ണുങ്ങളെ ചുമ്മാ കൊന്നുകളയുന്ന സൈക്കോ. പക്ഷെ നമുക്കത് പ്രശ്നമാവുന്നില്ല. നമുക്കാരാ പ്രശ്നം? വിനായകനാണ് നമ്മളെ പ്രശ്നമായി മാറുന്നത്. അങ്ങനെ തോന്നാത്തത് കൊണ്ടാകണം മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഉദ്യോഗസ്ഥനായി വിനായകനെ എനിക്ക് ആ സിനിമയിലുടനീളം ഫീൽ ചെയ്തത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണം. കമന്റ് ഇടണേ. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. വിനായകൻ ചെയ്ത ആ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് പൃഥ്വിരാജിനെ ആയിരുന്നു. പൃഥ്വിക്ക് ഇഷ്ടപ്പെട്ട വേഷമായിരുന്നു അത്. തിരക്ക് കാരണം അത് നടക്കാതെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. പൃഥ്വി ആയിരുന്നു നത്തെങ്കിൽ എന്താകുമായിരുന്നു സിനിമ? ഉറപ്പായും ഇങ്ങനെയാവില്ല. ഇത്തരമൊരു ചോദ്യം പൃഥ്വിക്ക് നേരിടേണ്ടി വരൂല. പൃഥ്വി മിസ്ഫിറ്റ് ആണെന്ന് ആരും വിചാരിക്കില്ല. ഓവറാക്കിയിട്ട് തന്നെ ഇതൊക്കെ ചെയ്ത് നമ്മളുടെ മനസ്സിലുള്ള പോലീസ് ഓഫീസറായി നിറഞ്ഞു നിൽക്കും. പക്ഷെ ഒന്ന് ഉറപ്പാണ്, ഇപ്പോൾ നമ്മൾ ഈ കണ്ട കളങ്കാവലായിരിക്കില്ല അത്. വിനായകൻ ചെയ്ത നത്ത് നമ്മളിലുണ്ടാക്കിയ ഉദ്യോഗവും സഹഭാവവും ആയിരിക്കില്ല അത്. അത്രയേ ഉള്ളൂ. വിനായകൻ കളങ്കാവലിനെ എങ്ങനെ തൻ്റേതാക്കി എന്ന ലളിതമായ ചോദ്യത്തിനുള്ള ഉത്തരമാണത്. വിനായകൻ മിസ്ഫിറ്റ് അല്ല, വിനായകനാണ് കളങ്കാവലിനെ ഇന്നത്തെ ഈ സിനിമയാക്കി മാറ്റിയത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ അത് അയ്യപ്പനും കോശിയായിപ്പോയേനെ, കളങ്കാവലാവില്ല അല്ലേ? വിനായകനോട് നിറഞ്ഞ ഇഷ്ടം, ആദരവ്.